ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरोः श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणासिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് 15ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യചന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ സർവ ഈശ്വരനെ അദ്വിതീയനായും ബഹുരൂപനായും വിശ്വതോമുഖനായും ആരാധിക്കുന്നു. ഇവിടെ ഭഗവത് ആരാധനയുടെ 3 ഭാവങ്ങളാണ് വിവരിക്കുന്നത്. എന്തൊക്കെയാണ്? ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ. ഇപ്പം ഇവിടെ ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്നവരെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇതും കഴിഞ്ഞ ശ്ലോകങ്ങളുമായിട്ട് നോക്കുകയാണെങ്കിൽ 11 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങൾ ഒരേ വിഭാഗം ശ്ലോകങ്ങളാണ്. ആരൊക്കെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്, ആരൊക്കെയാണ് ഭഗവാനെ ആരാധിക്കാതിരിക്കുന്നത്? അപ്പോൾ ഇതിൽ 11ാമത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മൾ കണ്ടു ഭഗവാനെ ആര് ആരാധിക്കുന്നില്ല. ആരാണ്? ദാ പറയുന്നു, അവജാനന്തി മാം മൂഢാ മാനുഷീം തനുമാശ്രിതം. എന്നെ കേവലം മനുഷ്യരൂപിയായ ഒരു വ്യക്തിയായിട്ട് അത്തരത്തിലുള്ള നിരീശ്വരവാദികൾ കാണുന്നു. പരം ഭാവം അജാനന്ദം മാം ഭൂത മഹേശ്വരം. എല്ലാ ജീവജാലങ്ങളുടെയും അധിപനായിട്ടുള്ള മഹേശ്വരനായിട്ട് അവർ ഭഗവാനെ കാണുന്നില്ല. എത്രയോ പേരുണ്ട് അതുപോലെ. അവർ കൃഷ്ണനെ വെറും മനുഷ്യനായിട്ട് കാണുന്നു. അങ്ങനെ ഭഗവാന്റെ ലീലകളെ പറ്റിയും ഭഗവാന്റെ സ്വഭാവത്തെ പറ്റിയും അവർ കുറ്റം പറയുന്നു. ഇതാണ് ഒരു വിഭാഗം ആളുകൾ. അങ്ങനെയുള്ളവരെ പറ്റി അടുത്ത ശ്ലോകത്തിലും പറയുന്നുണ്ട്. 12 മോഘാശാ മോഘകർമ്മണോ മോഹജ്ഞാന വിചേതസഃ രാക്ഷസീം അസുരീം ചൈവ പ്രകൃതിയും മോഹിനീം ശ്രുതാഃ. അവർ എന്താണ്? അങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദ പരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദ്ദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവുമെല്ലാം പാഴായിപ്പോകും. നോക്കൂ, അപ്പോൾ ഇത്തരത്തിൽ നിരീശ്വരവാദപരമായിട്ടുള്ള സമീപനമുള്ളവർക്ക് അവരുടെ എല്ലാ പ്രവർത്തികളും, അവർ കർമ്മകാണ്ഡം അനുഷ്ഠിച്ചാൽ പോലും അവർക്ക് യാതൊരു പ്രയോജനവും കിട്ടില്ല. അവർ പൂജ ചെയ്താലോ അല്ലെങ്കിൽ ഹോമം ചെയ്താലോ വഴിപാട് ചെയ്താലോ അവർക്ക് പ്രയോജനം ലഭിക്കില്ല. അതുപോലെ അതിന് നേരെ വിപരീതമായിട്ടാണ് 13ാമത്തെയും 14ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ശുദ്ധ ഭക്തരെ പറ്റിയാണ് പറയുന്നത്. മഹാത്മനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിം ആശ്രിതാഃ.
മഹാത്മാക്കൾ ഭഗവാന്റെ അന്തരംഗ ശക്തിയിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നത്? അത്തരത്തിലുള്ള മഹാത്മാവ് ആരാണ്? ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വ ഭൂതാദിം അവ്യയം. അവർ പരമപുരുഷനും അവ്യയനുമായിട്ടുള്ള ഭഗവാനെ പറ്റി എപ്പോഴും ഭജിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നു, ഭഗവാന്റെ ശിക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു, അവർ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഇതാണ് മഹാത്മാവിന്റെ ലക്ഷണം. മഹാത്മാവിന്റെ ലക്ഷണം എന്താണ്? നാമം ജപിക്കുക, ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുക, പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇതാണ് മഹാത്മാവിന്റെ ലക്ഷ്യം, ഇതാണ് അവരുടെ പ്രവർത്തനം, മറ്റൊന്നുമല്ല. അപ്പോൾ മഹാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം. അതുപോലെ 14ാമത്തെ ശ്ലോകത്തിലും ശുദ്ധഭക്തന്റെ പ്രവർത്തനങ്ങളാണ് വിശദീകരിക്കുന്നത്. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസത്തെ. എല്ലായ്പ്പോഴും എൻ്റെ കീർത്തനങ്ങൾ ആലാപിച്ചും നിശ്ചയദാർഢ്യത്തോടെ എണ്ണിച്ചുകൊണ്ടും എൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. അപ്പോൾ ഭക്തർ, അതും പരിശുദ്ധ ഭക്തർ, ഭഗവാനെ എങ്ങനെ ആരാധിക്കുന്നു എന്ന് 13ലും 14ലും നമ്മൾ മനസ്സിലാക്കി. അതിനു മുമ്പിൽ ഭഗവാനെ ആരാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. ഇതിന് ശേഷം ഈ ശ്ലോകത്തിലും ഇതിന് ശേഷം വരാൻ പോകുന്ന അടുത്ത ശ്ലോകങ്ങളിലും ഭഗവാൻ വിശദീകരിക്കുകയാണ്, ഇത്തരത്തിൽ ശുദ്ധഭക്തരല്ല, ഇതിലും താഴെ നിലവാരമുള്ളവർ എങ്ങനെയാണ് ഭഗവാനെ ഒരു വിധത്തിലോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലോ ആരാധിക്കുന്നത് എന്ന്. അത് ചിലത് ഭഗവതാരാധനയാകാം, ചിലത് ഭഗവതാരാധന അല്ല എന്നിരിക്കാം, ചിലത് ദേവാരാധനയായിരിക്കാം. എന്നാൽ പല വിധത്തിലുള്ള ആരാധനാക്രമങ്ങൾ ഭഗവാൻ ഇവിടെ വർണ്ണിക്കുവാൻ പോവുകയാണ്. അതാണ് നാം ഇപ്പോൾ വായിച്ചത്. ജ്ഞാനയജ്ഞാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ സർവേശ്വരനെ അദ്വിതീയനായും ബഹുരൂപനായും വിശ്വതോമുഖനായും ആരാധിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ആദ്യം പറയാം. ആദ്യം 3 വിഭാഗം അല്ലെങ്കിൽ 3 തരത്തിലുള്ള ആരാധനാക്രമങ്ങളാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഒന്ന്, ആദ്യത്തേത് എന്താണ്? അദ്വിതീയനായിട്ടുള്ള ആരാധന. അതെന്താണ്? ഭഗവാനും താനും ഭിന്നരല്ലെന്ന ബോധത്തോടെ ആത്മാരാധന ചെയ്യുന്നവർ. നോക്കൂ, ആദ്യത്തെ വിഭാഗം ആളുകളാണ്, അവർ ആത്മാരാധനയാണ് ചെയ്യുന്നത്. ആത്മാരാധന എന്ന് പറയുന്നത് എന്താണ്? ഞാനും ഭഗവാനും ഒന്ന് എന്ന ഭാവത്തിൽ അവർ ഭഗവാനെ ആരാധിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ ആരാധിക്കുന്നത്. അത് സംഗ്രഹോപാസന എന്ന് പറയും. അപ്പോൾ ഇത് അദ്വിതീയമായിട്ടുള്ള ആരാധനയാണ്. അപ്പോൾ ഇത് ഭക്തർ ഒരിക്കലും ചെയ്യാറില്ല. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള വിധത്തിലുള്ള ആരാധനാക്രമമല്ല. എങ്കിലും ഭഗവാൻ പറയുന്നുണ്ട്, ഇതിൽ അവർ തന്നെ വിചാരിക്കുന്നു അവരും ഭഗവാനും ഒന്ന് തന്നെ എന്ന് വിചാരിച്ച് അവർ സ്വയം ആരാധിക്കുന്നു. രണ്ടാമത്തതോ, ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചിലർ വിചാരിക്കും ഞാനും ഭഗവാനും ഒന്ന് തന്നെ എന്നുള്ളത്. വളരെ താഴ്ന്ന നിലവാരമുള്ള ആരാധനാക്രമമാണിത്. കാര്യം ഞാനും ഭഗവാനും ഒന്നല്ലല്ലോ ഒരിക്കലും. അതിൻ്റെ അടുത്തതാണ് ഭഗവാനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ വിഭാവനം ചെയ്ത് അതിനെ ആരാധിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും അവരുടെ മനസ്സിൽ തോന്നുന്നത് പോലെ ഭഗവാന്റെ ഒരു രൂപത്തെ പറ്റി ചിന്തിക്കുന്നു, എന്നിട്ട് ഭഗവാനെ ആരാധിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. അപ്പോൾ അവർക്ക് ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്ന, പ്രതിപാദിക്കുന്ന ഭഗവാന്റെ രൂപത്തിൽ അവർക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ അതിൽ അറിവില്ല, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ല. എന്തുകൊണ്ടായാലും അവർ ഭഗവാന് സ്വയം ഒരു രൂപം നൽകുന്നു, ആ രൂപത്തെ ആരാധിക്കുന്നു. 2, 3 ഭഗവാന്റെ വിശ്വരൂപത്തെ ആരാധിക്കുന്നു. ഇതാണ് 3 ആരാധനാക്രമങ്ങൾ. ഇത് ഭക്തിയല്ല, അതിലും വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളവയാണ്. ഇതിൽ ആദ്യത്തേതാണ്, ഞാൻ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുകയാണെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്? അവർ ആദ്യം വിചാരിക്കുന്നു ഞാൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് വിചാരിച്ച് ആരാധിക്കുന്നു. അതുകൊണ്ട് അധികം പ്രയോജനം ലഭിക്കില്ല. രണ്ടാമത്തത് ഭഗവാന്റെ ശ്യാമസുന്ദരനായിട്ടുള്ള ഓടക്കുഴൽ ഓതുന്ന, മഞ്ഞപ്പെട്ട് ധരിക്കുന്ന, കർവറനായിട്ടുള്ള ആ രൂപത്തെ പറ്റി ചിന്തിക്കാതെ, അല്ലെങ്കിൽ ചതുർഭുജനായിട്ടുള്ള വിഷ്ണുവിൻ്റെ രൂപത്തെ പറ്റി ചിന്തിക്കാതെ, അല്ലെങ്കിൽ കോദണ്ഡപാണിയായിട്ടുള്ള ശ്രീരാമന്റെ രൂപത്തെ പറ്റി ചിന്തിക്കാതെ അവർ തന്നെ ഭഗവാന് രൂപം കൊടുക്കുന്നു. അവർ തന്നെ ഭഗവാൻ ഒരു രൂപമുണ്ടെന്ന് വിഭാവനം ചെയ്യുന്നു, എന്നിട്ട് ആ രൂപത്തെ ആരാധിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ വിഭാഗം.
ഇത് ആദ്യത്തേതിലും മെച്ചമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. എന്തുകൊണ്ടെന്നാൽ അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഭഗവാനും താനും ഒന്നാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. മൂന്നാമത്തതാണ് വിശ്വതോമുഖം അല്ലെങ്കിൽ വിശ്വരൂപം, അല്ലെങ്കിൽ ഈ പ്രകൃതിയെ തന്നെ ഭഗവാന്റെ രൂപമായിട്ട്, ഭഗവാന്റെ ശരീരമായിട്ട്, ഭഗവാന്റെ ദേഹമായിട്ട് അവർ വിഭാവനം ചെയ്യുന്നു. ആ രൂപത്തെ, ആ പ്രകൃതിയെ അവർ ആരാധിക്കുന്നു. ഉദാഹരണത്തിന് സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ 2 നേത്രങ്ങളായും, അതുപോലെ തന്നെ ഈ 14 ലോകങ്ങൾ ഭഗവാന്റെ ശരീരമായും അവർ കണക്കാക്കുന്നു. ഇങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഭഗവാന്റെ രൂപത്തിന്റെ ഭാഗമെന്ന് വിഭാവനം ചെയ്ത് അവർ ആരാധിക്കുന്നു. ഇതാണ് വിശ്വരൂപാരാധന. ഇങ്ങനെ 3 തരത്തിലുള്ള ആരാധനാക്രമങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാ പറയുന്നു, ഇവിടെ ഏകത്വേന എന്ന് പറയുന്നത് ഞാനും ഭഗവാനും ഒന്ന് എന്ന് ചിന്തിച്ചുള്ള ആരാധന. രണ്ടാമത്തതോ പൃഥക്ത്വേന എന്ന് പറയുന്നത് അവർ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള രൂപം ഭഗവാന് നൽകുന്നു. പിന്നീടോ സർവതോമുഖം, അതാണ് വിശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുദ്ധ ഭക്തൻ, ഒരു പരിശുദ്ധ ഭക്തൻ പോലും വിഗ്രഹാരാധന നിർവഹിച്ചു എന്നിരിക്കും. എന്തുകൊണ്ടാണ്? വിഗ്രഹാരാധന എന്ന് പറയുന്നത് ശാസ്ത്രവിധി പ്രകാരമാണ്. വിഗ്രഹം നിർമ്മിക്കുന്നത് ശാസ്ത്രവിധി പ്രകാരമാണ്. ഭഗവാന്റെ ലക്ഷണങ്ങളെല്ലാം എങ്ങനെയെന്ന് ശാസ്ത്രത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതും ശില്പശാസ്ത്രവും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ശില്പം ആദ്യം ഉണ്ടാക്കുന്നത്. അത് ആദ്യം ശില്പമായിരിക്കും. എന്നാൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആ ശില്പം വെറും ശില്പമല്ല, അത് ഭഗവാൻ തന്നെയായിട്ട് വർത്തിക്കുന്നു. ഭഗവാൻ തന്നെയായിട്ട് നമ്മളോട് പ്രതിപ്രവർത്തനം ചെയ്യുന്നു. അതുകൊണ്ട് വിഗ്രഹാരാധന പരിശുദ്ധ ഭക്തിയുടെ ഭാഗമാണ്. എന്നാൽ ഇവിടെ പറയുന്ന അദ്വിതീയമായിട്ടുള്ള ആരാധനയോ അല്ലെങ്കിൽ പൃഥക് രൂപത്തിലുള്ള ഭഗവാന്റെ രൂപത്തെ സങ്കല്പിക്കുന്നതോ അല്ലെങ്കിൽ വിശ്വരൂപത്തെ ആരാധിക്കുന്നതോ അതിലും വളരെ താഴ്ന്ന നിലവാരമുള്ള ആരാധനാക്രമങ്ങളാണ്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് ആ വിഗ്രഹം ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപം തന്നെയായിട്ട് വർത്തിക്കുന്നു. അതുകൊണ്ട് ആ വിഗ്രഹത്തെ ആരാധിക്കുന്നതും സാക്ഷാൽ ഭഗവാനെ ആരാധിക്കുന്നതും തമ്മിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്നല്ല 2 ഉദാഹരണങ്ങളുണ്ട് ഇതിൽ. ശ്രീരാമന്റെ കാലത്ത്, ശ്രീരാമൻ ഇടയ്ക്ക് അയോധ്യയിലുണ്ടാവും, ചിലപ്പോൾ പുറത്തു പോകും, തിരിച്ചു വരും. അപ്പോൾ ശ്രീരാമന്റെ വലിയൊരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭഗവാനെ കാണാതെ നിവൃത്തിയില്ല, അങ്ങയുടെ ദർശനം ലഭിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ചെയ്യുകയുള്ളൂ. അപ്പോൾ ശ്രീരാമേന്ദ്രൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഭക്തൻ ആഹാരം കഴിക്കില്ല, 2 ദിവസം 3 ദിവസം ഒരാഴ്ച. അപ്പോൾ ശ്രീരാമേന്ദ്രൻ ഇതറിയാം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യേണ്ട, എൻ്റെ വിഗ്രഹമുണ്ട്, ആ വിഗ്രഹം ആരാധിച്ചാൽ മതി. എൻ്റെ വിഗ്രഹത്തെ അഭിഷേകം ചെയ്ത് വിഗ്രഹത്തെ പൂജാക്രമങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആഹാരം കഴിക്കാം. ഇങ്ങനെ ഭഗവാനും ഭഗവാന്റെ വിഗ്രഹവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഹൃദയ ചൈതന്യ ഗോസ്വാമി. അപ്പം അദ്ദേഹം ഒരു പ്രാവശ്യം ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു അവിടെ വന്നു. അപ്പോൾ അവർ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും ആദരിച്ച് വേണ്ടതെല്ലാം സേവിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ചൈതന്യ മഹാപ്രഭു പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങക്ക് പോകാൻ പാടില്ല, ഞാൻ അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങയോടൊപ്പം ഞാനും പുറത്തു പോകും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾക്ക് ഒരു വിഗ്രഹം നൽകാം. അപ്പോൾ അവർ വിഗ്രഹം നൽകി, ആരുടെ? ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെ. അപ്പോൾ ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. ഇദ്ദേഹം, ഈ പരമഭക്തൻ, ഭഗവാനെ നോക്കുമ്പോഴും ചൈതന്യ മഹാപ്രഭുവിനെ നിത്യാനന്ദ പ്രഭുവിനെ നോക്കുമ്പോഴും വിഗ്രഹത്തെ നോക്കുമ്പോഴും ഒന്ന് തന്നെയാണ് കാണുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നോക്കൂ, നമ്മൾ രണ്ടുപേരും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു വിഗ്രഹം സ്ഥാപിച്ച് നമ്മൾ അവിടെ ഉണ്ട്. അവർ നടന്നു പുറത്തു പോയി. അവർ നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചിന്ത വന്നു, ഈ വിഗ്രഹം എന്ന് പറയുന്നത് ശരിക്കുള്ള വിഗ്രഹമല്ല, ശരിക്കുള്ള ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ദാ പുറത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പൊ അവർ പറഞ്ഞു, അല്ല, നിങ്ങൾ നടന്നു പോകുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു, ഇത് വിഗ്രഹമല്ല. അപ്പൊ അവർ പറഞ്ഞു,
നിങ്ങൾ രണ്ടുപേരും എൻ്റെ പൂജാമുറിയിൽ വരണം. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും പൂജാമുറിയിൽ വന്നു. ഈ 2 വിഗ്രഹങ്ങൾ നടന്നു പുറത്തുപോയി. ആ വിഗ്രഹങ്ങൾ പുറത്ത് നടന്നു പോകുമ്പോൾ കാഴ്ചയിൽ ഒന്ന് തന്നെ. അപ്പോഴേക്ക് ഇദ്ദേഹത്തിന് വീണ്ടും സംശയം. ഇദ്ദേഹം പറഞ്ഞു, അല്ലല്ല, നിങ്ങൾ വിഗ്രഹങ്ങളല്ല നടന്നു പോകുന്നത്, ശരിക്കുള്ള ചൈതന്യ മഹാപ്രഭുവാണ് നിത്യാനന്ദ പ്രഭുവാണ് നടന്നു പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം. ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ലീല ആടിക്കൊണ്ടിരുന്നു. അതിനെല്ലാത്തിനും ശേഷം അവർ പറഞ്ഞു, ഇല്ല, യഥാർത്ഥത്തിലുള്ള നമ്മൾ ഇവിടെ ഇരുന്നുള്ള ഇത് തന്നെയാണ് വിഗ്രഹം, യാതൊരു വ്യത്യാസവുമില്ല എന്ന്. ഇതാണ് വിഗ്രഹവും ഭഗവാനും തമ്മിലുള്ള ബന്ധം. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം വിഗ്രഹവും ഭഗവാനും തമ്മിൽ വ്യത്യാസം ഒന്നും തന്നെയില്ല. അതുകൊണ്ട് പരിശുദ്ധ ഭക്തർ വിഗ്രഹത്തെ ആരാധിക്കുന്നു. ഇതിൽ മുഴുവൻ പലതരത്തിലുള്ള ആരാധനാക്രമങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇതിൽ 16 മുതലുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ വർണ്ണിക്കുന്നത്, ഈ 15ാമത്തെ ശ്ലോകത്തിൽ ബഹുധാ വിശ്വതോമുഖം, വിശ്വതോമുഖം എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ വിശ്വരൂപ ആരാധന. ആ വിശ്വരൂപ ആരാധനയിൽ ഈ പ്രകൃതിയെ മുഴുവനും ഭഗവാന്റെ സ്ഥൂല ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭൗതിക ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്, അംഗങ്ങളായിട്ടാണ് കാണുന്നത്. അതാണ് ഈ 16 മുതലുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ വിവരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? വിശ്വരൂപാരാധനാക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും ഭഗവാന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് കാണുന്നു. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ഭൗതികമല്ല. പക്ഷേ ഈ ഭൂപ്രകൃതി മുഴുവൻ, ഭൂമി എന്നല്ല, ഈ ബ്രഹ്മാണ്ടങ്ങളും മുഴുവൻ ഭഗവാന്റെ ഭൗതിക ശരീരമായിട്ട് കാണാം. ആ ഭൗതിക ശരീരത്തിന്റെ വിവിധ അംഗങ്ങളായിട്ട് ഈ ലോകത്തെ മുഴുവൻ കാണുന്നു. അതിൻ്റെ ഏകദേശം ഒരു വർണ്ണനയാണ് അടുത്ത ശ്ലോകങ്ങളിൽ കാണുന്നത്. അതായത് ഭഗവാന്റെ പ്രകൃതി ഭഗവാന്റെ ശക്തി തന്നെയാണ്, അതുകൊണ്ട് ഭഗവാനുമായിട്ട് വ്യത്യാസമില്ല. ആ രീതിയിലുള്ള വർണ്ണനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 16ലേക്ക് നോക്കാം. അഹംകർത്തുരഹം യജ്ഞ സ്വധാഹമഹം ഔഷധം മന്ത്രോഹം അഹമേവോജ്യം അഹമഗ്നിർ അഹം ഹുതം. ക്രിയയും യജ്ഞവും ഞാനാകുന്നു, ക്രിയയും യജ്ഞവും ഞാനാകുന്നു. പിന്നീടോ, പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാനത്രേ. അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും ഞാൻ തന്നെ. നോക്കിക്കോളൂ, ഇവിടെ പറയുന്നത് എന്താണ്? നെയ്യ് ഭഗവാനാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയാണ് നെയ്യ്. അതുപോലെ തന്നെ എന്തൊക്കെയാണോ അഗ്നിയിൽ ഹോമിക്കുന്നത് അതും ഭഗവാന്റെ ശക്തിയാണ്, അഗ്നിയും ഭഗവാന്റെ ശക്തിയാണ്. ഇങ്ങനെ ഈ ഭൂമുഖത്തുള്ളതെല്ലാം ഭഗവാന്റെ ശക്തിയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാര്യം യജ്ഞങ്ങളിൽ ഇത്തരത്തിലുള്ള അഗ്നികുണ്ഡവും അതിൽ ഹവിസും അതിൽ മറ്റ് സാധന സാമഗ്രികളും അതിൽ നെയ്യും ഇതെല്ലാം അർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിലും നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാം തന്നെ, എല്ലാ യജ്ഞസാമഗ്രികളും തന്നെ ഭഗവാൻ ശക്തിയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ആ വിശ്വരൂപത്തിൻ്റെ ഭാഗങ്ങളാണ്. എല്ലാം ഈ പ്രകൃതിയിലുള്ളതെല്ലാം വിശ്വരൂപത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ വർണ്ണിക്കുന്നത്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം. അപ്പം അവിടെ എന്ന് പറയുന്നത്, അവിടെ ബ്രഹ്മം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മീയം അല്ലെങ്കിൽ സ്പിരിച്വൽ. അപ്പോൾ നാം നമ്മുടെ ആത്മീയ പ്രവർത്തനത്തിൽ, നമ്മുടെ ഭക്തിയോഗത്തിൽ എന്താണോ നാം അർപ്പിക്കുന്നത് അത് എന്തായിട്ട് മാറും? അത് ബ്രഹ്മമാണ്. ഇത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയുന്നത് ഇവിടെ. അതിൽ വ്യത്യാസമാണ് പറയുന്നത്. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും അർപ്പിക്കുകയാണെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് നാം ആഹാരം പാചകം ചെയ്യുകയാണ്, അത് ഭോഗമായിട്ട് ഭഗവാന് നൈവേദ്യമായിട്ട് അർപ്പിക്കുകയാണ്. അപ്പോൾ നാം എന്താണ് ഭഗവാൻ അർപ്പിക്കുന്നത് അത് ബ്രഹ്മമാണ്, അത് ആത്മീയമാണ്. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ രൂപം ആത്മീയമാണ്, ഭഗവാന്റെ രൂപം സച്ചിദാനന്ദമാണ്. അതുകൊണ്ട് ഭഗവാൻ എന്ത് സ്വീകരിക്കണമെങ്കിലും അത് ആത്മീയമായിട്ടുള്ള സാമഗ്രികൾ, ആഹാരം മാത്രമേ ഭഗവാൻ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നാം എന്ത് അർപ്പിക്കുന്നോ അത് ആത്മീയമായിട്ടുള്ളൊരു അർപ്പണമാണ്. എന്തുകൊണ്ടാണ്? ഭക്തൻ ഭക്തിയോടുകൂടിയാണ് ആ നൈവേദ്യം ഭഗവാന് അർപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ആത്മീയമായിട്ടുള്ള ആ നൈവേദ്യം ഭഗവാൻ സ്വീകരിക്കുന്നു. അത് ഭഗവാൻ സ്വീകരിച്ചതിന് ശേഷം നമുക്ക് നൽകുന്നത് എന്താണ്? അതും
പ്രസാദം എന്ന് പറയുന്നു. ആ പ്രസാദവും ആത്മീയം തന്നെ, അതുകൊണ്ട് അതും ബ്രഹ്മം തന്നെയാണ് ആ അർത്ഥത്തിൽ. എന്നാൽ ഇവിടെയും ഏകദേശം അതേ അർത്ഥത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ശ്ലോകങ്ങളിൽ ഇത് കൂടാതെ മറ്റു കാര്യങ്ങളും വന്നു എന്നിരിക്കും. ഇത് ഭഗവാനെ നേരിട്ട് അർപ്പിക്കാത്ത സാമഗ്രികളെ പറ്റിയും പറഞ്ഞു എന്നിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ഇവിടെ ഇത് ശരി തന്നെയാണ്, ഇവിടെ യജ്ഞം തന്നെയാണ്. അതുകൊണ്ട് ഇതും ബ്രഹ്മവും അതും ബ്രഹ്മം ഒന്ന് തന്നെയാണ്. ബ്രഹ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീയം തന്നെയാണ്. അത് ആത്മീയം ആവാൻ കാരണം അവിടെ അത് ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ്. എന്നാൽ വേറൊരിടത്തിൽ പറയുകയാണെങ്കിൽ ഭഗവാന്റെ വിശ്വരൂപത്തെ പറ്റി നോക്കുമ്പോൾ ഇത് ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് വിശ്വരൂപത്തിന്റെ ഭാഗമാണ്. അതൊന്ന് മനസ്സിലായിക്കോളൂ. അതായത് ഈ ഭൂമി അല്ലെങ്കിൽ പാതാളം അല്ലെങ്കിൽ ഈ ലോകങ്ങളെല്ലാം, ഈ ലോകത്തിലുള്ള വസ്തുവകകളെല്ലാം തന്നെ ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്, ആണല്ലോ. അത് ഒന്ന്. രണ്ട്, എന്തെങ്കിലും ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആത്മീയമായിട്ട് മാറുന്നു. അതാണ് ബ്രഹ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അടുത്തത് ഇതേ ഒരു ഇതിലാണ് അടുത്തതും. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രമോംകാര ഋക്സാമ യജുരേവച. ഇവിടെ ഭഗവാൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? ബാക്കി വിശ്വരൂപത്തിന് മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇതാണ് പറയുന്നത്. എന്താണ്? ഒന്ന്, ഈ ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. ഇത് നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ തന്നെയാണ് എല്ലാം. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക്സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ. ഇങ്ങനെ ഭഗവാൻ ഈ ലോകത്തിലുള്ള വേദങ്ങളെല്ലാം ഭഗവാനാണെന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവയെല്ലാം ഉടലെടുക്കുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നാണ്. ഭഗവാന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് തന്നെയാണ് ഈ വേദങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഭഗവാനാണ് എല്ലാവരുടെയും അച്ഛനും അമ്മയും എന്ന് പറയേണ്ട എല്ലാം ഭഗവാൻ തന്നെ. ഇതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ ഒരു വിശ്വതോമുഖത്തെ പറ്റി, ഭഗവാൻ എല്ലാത്തിലും ഉണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. ആ അർത്ഥത്തിൽ ഭഗവാനാണ്. പക്ഷെ അത് എല്ലാം സച്ചിദാനന്ദ സ്വരൂപമല്ല. അടുത്ത ശ്ലോകത്തിലും അതുപോലെ തന്നെ പറയുന്നു. ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. എന്താണ് ഇവിടെ ഭഗവാൻ പറയുന്നത്? ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാത്തിൻ്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. മനസ്സിലാകുന്നുണ്ടല്ലോ? സൃഷ്ടിയും സംഹാരവും എല്ലാത്തിൻ്റെയും അടിസ്ഥാനവും ഞാൻ തന്നെ. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. നേരിട്ട് നിർവഹിക്കണം എന്നില്ല, എന്നാൽ ഭഗവാൻ അത് എപ്പോഴും പരോക്ഷമായിട്ട് നിർവഹിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും പറയുന്നു, ഞാൻ എല്ലാത്തിൻ്റെയും ഗതിയാണ്. ഗതി എന്ന് പറയുന്നത് ലക്ഷ്യം. അതായത് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യസ്ഥാനം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് അർത്ഥം. ഭർത്താവ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഭരിക്കുന്നവൻ എന്നർത്ഥം. എല്ലാം ഭരിക്കുന്നതും ഭഗവാനാണെന്നാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം. പ്രഭു, എല്ലാത്തിൻ്റെയും പ്രഭുവും ഞാൻ തന്നെയാണ്. സാക്ഷി, പരമാത്മരൂപേണ എല്ലാത്തിൻ്റെയും സാക്ഷിയും ഭഗവാനാണ്. നിവാസം, ആശ്രയസ്ഥാനവും ശരണവും ഭഗവാൻ തന്നെയാണ്. സുഹൃത്തും ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഭഗവാനോടുള്ള ബന്ധം ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഭഗവാനാണെന്ന് പറയുന്നു. ഇവിടെ ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും മിത്രവും എല്ലാം ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. ഇതിൽ ഈ ഭാവാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? നമുക്ക് ഭഗവാനെ നേരിട്ട് ആശ്രയിക്കാം, നേരിട്ട് സമീപിക്കാം. അതുപോലെ തന്നെ ഭഗവാനെ നേരിട്ടല്ലാതെ പരോക്ഷമായിട്ടും ആശ്രയിക്കാം. എന്താണ്? കൃഷ്ണന്റെ വ്യത്യസ്ത
ശക്തി കേന്ദ്രങ്ങളോട് അടുക്കുന്നതും പരോക്ഷമായുള്ള കൃഷ്ണ സാമീപ്യമത്രേ. നോക്കൂ, നമ്മൾ കൃഷ്ണന്റെ ശക്തിയുടെ അടുത്താണ് പോകുന്നതെങ്കിൽ നേരിട്ട് കൃഷ്ണന്റെ അടുത്തല്ല പോകുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഭഗവാന്റെ തന്നെയാണ്, ഭഗവാന്റെ ശക്തിയാണ്. നമ്മൾ നിവസിക്കുന്നത് ഭഗവാന്റെ ശക്തിയിലാണ്, നമ്മൾ കിടന്നുറങ്ങുന്നത് ഭഗവാന്റെ ശക്തിയിലാണ്, എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. പക്ഷേ അതുകൊണ്ട് നാം ഭഗവാന്റെ അടുത്തെത്തി എന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, പക്ഷേ ഒരാൾ നേരിട്ട് കൃഷ്ണനെ സമീപിക്കുകയാണ് വേണ്ടത്. നേരിട്ട് കൃഷ്ണനെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ നാം വെറുതെ ഭഗവാൻ ഇതിലെ നിരീശ്വരവാദികൾ എന്താണ് ചെയ്യുന്നത്? ഭഗവാനെയും ഭഗവാന്റെ ശക്തിയെയും രണ്ടായി കാണുന്നു. അവർക്ക് ഭഗവാനിൽ താല്പര്യമില്ല, ഭഗവാന്റെ ശക്തിയിൽ മാത്രമാണ് താല്പര്യം. അപ്പോൾ ഇതാണ് നിരീശ്വരവാദികളുടെ അല്ലെങ്കിൽ ഭൗതികവാദികളുടെ കാഴ്ചപ്പാട്. അവർക്ക് ഭഗവാന്റെ ശക്തിയിൽ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ വിഭവങ്ങളിലും അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഈ വിഭവങ്ങളുടെ പ്രഭവമായിട്ടുള്ള ഭഗവാനിൽ താല്പര്യമില്ല. ഉദാഹരണത്തിന് രാവണൻ, ഇതാണ് രാവണന്റെ മനോഭാവം. രാവണന് സീതയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ ശ്രീരാമനെ വേണ്ട. അതായത് ഭഗവാന്റെ ശക്തിയായിട്ടുള്ള സീതയിൽ താല്പര്യം, എന്നാൽ ഭഗവാനെ ഒഴിവാക്കുകയും വേണം. ഇതാണ് അസുരന്മാരുടെ മനോഭാവം. ഇതുതന്നെയാണ് ഇവിടുത്തെ ഭൗതിക ലോകത്തിലെയും അസുരന്മാരുടെ മനോഭാവം. അവർക്ക് ഭൗതിക പ്രകൃതിയിൽ താല്പര്യമുണ്ട്, പക്ഷെ ഭൗതിക പ്രകൃതിയുടെ പ്രഭാവമായിട്ടുള്ള ഭഗവാനിൽ താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അതുകൊണ്ട് ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാനെ നേരിട്ട് സമീപിക്കുന്നു, അല്ലാതെ ഭൗതിക പ്രകൃതിയല്ല സമീപിക്കുന്നത്. അത്രയും സമയവും ശക്തിയും അത്രയും സമയവും ഇവിടെ കൃഷ്ണൻ വ്യത്യസ്ത ശക്തി കേന്ദ്രങ്ങളോട് അടുക്കുന്നതും പരോക്ഷവുമായുള്ള കൃഷ്ണ സാമീപ്യം അത്രേ. പക്ഷെ ഒരാൾ നേരിട്ട് കൃഷ്ണനെ സമീപിക്കുകയാണ് വേണ്ടത്. അത്രയും സമയവും ശക്തിയും നഷ്ടപ്പെടുത്താതെ കഴിക്കാമല്ലോ. ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് എലിവേറ്റർ, ലിഫ്റ്റ് ഉപയോഗിച്ച് ഞൊടിയിടയിൽ എത്താമെന്നിരിക്കെ എന്തിന് കോടിപ്പണികൾ ഓരോന്നായി കയറണം. അപ്പോൾ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമുക്ക് ലിഫ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ പടിപടി കയറി പോകേണ്ട ആവശ്യമില്ല, കോണി കയറി പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ആരെങ്കിലും വിശ്വരൂപത്തെയാണ് ആരാധിക്കുന്നതെന്നിരിക്കട്ടെ, ഈ വിശ്വരൂപ ആരാധന എന്ന് പറയുന്നത് ഭഗവത് ആരാധനാക്രമത്തിന്റെ ഏറ്റവും താഴെയുള്ള ഒരു തട്ടാണ്. എന്തുകൊണ്ടാണ് വിശ്വരൂപ ആരാധനാക്രമം ഉള്ളത്? ഈ ബ്രഹ്മവാദികൾക്കും അതുപോലെ തന്നെ ഭഗവാന്റെ രൂപത്തിൽ വിശ്വാസമില്ലാത്തവർക്കും ഭഗവാന്റെ രൂപത്തെ പറ്റിയോ നാമത്തെ പറ്റിയോ ലീലകളെ പറ്റിയോ ഗുണങ്ങളെ പറ്റിയോ ഉൾക്കൊള്ളുവാൻ കഴിയില്ല. അവർക്ക് ഈ പ്രകൃതി തന്നെ ഭഗവാനാണ്, ഭഗവാന്റെ രൂപമാണെന്ന് ചിന്തിക്കുവാൻ കഴിയും. അവർക്ക് ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപത്തിൽ വിശ്വാസമില്ല, ആ അറിവില്ല. അതുകൊണ്ട് അതിന് പകരം ആദ്യത്തെ പടിയായിട്ട് ഈ വിശ്വരൂപത്തെ, ഈ പ്രകൃതിയെ തന്നെ ഭഗവാന്റെ ഭൗതിക രൂപമായിട്ട് കണ്ട് അവർ ആരാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കണക്കിന് ഭൗതിക ആരാധനയാണ്, പക്ഷെ ഈ യഥാർത്ഥത്തിലുള്ള ഭക്തിയുടെ ഒരു ചവിട്ടുപടി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ വിശ്വരൂപാരാധന. അപ്പം അത് ഭക്തിയായിട്ടില്ല, പക്ഷെ ഭക്തിയിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടിയാണ്, ആദ്യത്തെ പടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭഗവാന്റെ രൂപത്തെ അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് ആദ്യം ഈ പ്രകൃതിയെ തന്നെ ഒരു രൂപമായിട്ട് കണക്കാക്കി ഈ പ്രകൃതിയെ ആരാധിക്കാം. ഇതിൻ്റെ അടുത്ത പടിയാണ് ഭഗവാന്റെ പരമാത്മ രൂപത്തെ ആരാധിക്കുന്നത്. ഭഗവാൻ ഈ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നു. ഏത് രൂപത്തിലാണ് ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നത്? ചതുർഭുജനായിട്ടുള്ള വിഷ്ണു രൂപത്തിൽ. അങ്ങനെ അവർക്ക് പരമാത്മാവിനെ ആരാധിക്കാം. ഇതാണ് രണ്ടാമത്തെ ക്രമം. അതാണ് യോഗ ആസനങ്ങളും അതുപോലെ തന്നെ അഷ്ടാംഗ യോഗവും. മൂന്നാമത്തെ പടിയാണ് ഭക്തി. നമുക്ക് ശ്രീവിഗ്രഹം ആരാധിക്കാം, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം, ഭക്തിയുടെ സേവനം ചെയ്യാം. ഇതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പം ഇവിടെ ഇതിൻ്റെ ചവിട്ടുപടികളാണ് ഇവിടെ പറയുന്നത്. ആ ചവിട്ടുപടിയാണ് ഇവിടെ പറയുന്ന ഈ വിശ്വരൂപ ആരാധന. ഇതേ പടി തന്നെയാണ് അടുത്ത ശ്ലോകത്തിലും പറയുന്നത്. തപാമ്യഹമഹം വർഷം നിഗൃഹണാം മ്യുത്സൃജാമി ച അമൃതം ജൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. ഭഗവാൻ വീണ്ടും പറയുന്നു, അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, മഴ പെയ്യ്ക്കുന്നതും
നിർത്തുന്നതും ഞാൻ തന്നെയാണ്. ഞാനാണ് അമൃതവും മൃത്യുവും, ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. നോക്കിക്കോളൂ, മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഭഗവാൻ തന്നെയാണ്, എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. എല്ലാത്തിൻ്റെയും നിധാനം ഭഗവാൻ തന്നെ. പിന്നെയോ അമൃതവും മൃത്യുവും ഞാൻ തന്നെയാണ്. നോക്കൂ, എല്ലാത്തിനും ഊർജം പ്രദാനം ചെയ്യുന്നതും മഴ പെയ്യിക്കുന്നതും മഴ നിർത്തുന്നതും ഞാൻ തന്നെയാണ്. ഇങ്ങനെ ഭഗവാൻ ഈ ലോകത്തിലുള്ള എല്ലാ പ്രകൃതിയെയും ഭഗവാൻ നന്നായിട്ട് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിലൂടെ നമുക്ക് ഭക്തർക്കും ചിന്തിക്കാം. മഴ പെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഇത് ഭഗവാന്റെ ശക്തിയാലാണ്. മഴ നിൽക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഇതും ഭഗവാന്റെ ശക്തിയിലാണ്. അതുപോലെ തന്നെ ഭൗതിക പ്രകൃതിയിലുള്ള വിവിധ തന്മാത്രകളെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഭൂമിരാവൻ, അനലോ, വായു തുടങ്ങിയ പഞ്ചമഹാഭൂതങ്ങളെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഇതിലും ഭഗവാന്റെ ശക്തി തന്നെയാണ്. അപ്പോൾ ഒരു ഭക്തന് ഭഗവാനെ പറ്റി ചിന്തിക്കുവാനുള്ള ഒരു അവസരം നൽകുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ഈ ലോകത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എങ്ങനെ നമുക്ക് ഭഗവാനെ ചിന്തിക്കാം? ഭഗവാൻ പറയുകയാണ്, ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും എൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ വസ്തുക്കളെ കാണുമ്പോൾ എന്നെ പറ്റി ചിന്തിക്കൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ വളരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ അവരുടെ വസ്ത്രങ്ങളോ അവരുടെ സാധനങ്ങളോ എന്തെങ്കിലും കാണുമ്പോൾ നാം ആ വ്യക്തിയെപ്പറ്റി ചിന്തിക്കുന്നു. നമ്മുടെ മനസ്സിൽ ഒരമ്മ കൊച്ചു കുട്ടിയുടെ ഒരു കളിപ്പാട്ടം കാണുമ്പോൾ ആ കുട്ടിയെപ്പറ്റി ചിന്തിക്കുന്നു. ശരിക്കും കളിപ്പാട്ടമാണ്, ജഡവസ്തുവാണ്, കുട്ടി കുട്ടിയാണ്. പക്ഷേ കുട്ടി എവിടെയോ പഠിക്കാൻ പോയിരിക്കട്ടെ, പക്ഷെ ആ കുട്ടിയുടെ കളിപ്പാട്ടമോ എന്തെങ്കിലും കാണുമ്പോൾ ആ അമ്മ കുട്ടിയെപ്പറ്റി ചിന്തിക്കുന്നു. ഇതുപോലെ ഒരു ഭക്തന് ഈ ലോകം കാണുമ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ഭഗവാന്റേതാണ് എന്ന് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. ആ മനോഭാവം ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഭൗതിക പ്രകൃതിയെ ഭഗവത് സേവനത്തിന് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രഭുപാദർ അമേരിക്കയിൽ പോയപ്പോൾ പ്രഭുപാദർക്ക് അധികം ധനമോ മറ്റോ ഒന്നും തന്നെ ഇല്ല, ഫൈനാൻഷ്യലായിട്ട് വളരെ വീക്കാണ്. പക്ഷേ നടക്കുമ്പോൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 1-2 ഡിസേബിൾസിൻ്റെ കൂടെയോ നടക്കുമ്പോൾ വലിയ കെട്ടിടങ്ങളുടെ അടുത്തെത്തുമ്പോൾ നിന്ന് നോക്കും. എന്നിട്ട് പറയും, ഈ കെട്ടിടം, ഇവിടെ നമുക്കൊരു അമ്പലം പണിയണം, ഈ കെട്ടിടം നമുക്ക് അമ്പലമാക്കി മാറ്റാം, ഇവിടെ ബ്രഹ്മചാരി ആശ്രമം നമുക്ക് തുടങ്ങാം, ഇവിടെ ബ്രഹ്മചാരിണി ആശ്രമം തുടങ്ങാം. ഇങ്ങനെ പല വിധത്തിലുള്ള പ്ലാനുകളും പ്രഭുപാദർ പറയും. എന്തുകൊണ്ടാണ്? അപ്പോൾ ഭൗതിക പ്രകൃതിയെ കാണുമ്പോൾ പ്രഭുപാദർ എന്താണ് ചിന്തിക്കുന്നത്? ഇത് നമുക്ക് ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ഒരു ഭക്തൻ എല്ലാം ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പം ഭക്തജനങ്ങൾ, ഇപ്പം മെൽബണിലെ ഭക്തജനങ്ങൾ വീടുണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിക്കുമ്പോൾ അവർ ഡ്രോയിങ് റൂം, നമ്മുടെ ലൗഞ്ച് റൂം, അത് വലിയൊരു മുറിയായി ആക്കാനായിട്ട് ശ്രമിക്കും. എന്തുകൊണ്ടാണ്? ഭക്തവൃക്ഷ പ്രോഗ്രാമോ മറ്റ് സത്സംഗങ്ങളോ നടത്തണമെങ്കിൽ ഇഷ്ടംപോലെ ഭക്തർക്ക് അവിടെ വന്നിരിക്കാം. അപ്പോൾ അവർ ചിന്തിക്കും, വീടുണ്ടാക്കുമ്പോൾ ഒരു മുറി, വലിയൊരു മുറി വേണം, വലിയ ബെഡ്റൂം വേണം എന്നല്ല അവർ ചിന്തിക്കുന്നത്. അവരെന്താണ് ചിന്തിക്കുന്നത്? ലിവിങ് റൂം, ഒരു വലിയൊരു മുറി വേണം. എന്തുകൊണ്ടാണ്? എങ്കിൽ നമുക്ക് 100 ഭക്തന്മാരെ ഇവിടെ കൊണ്ടുവരാം, അങ്ങനെ നമുക്ക് വലിയ പ്രോഗ്രാം നടത്താം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ തലങ്ങളിലും എങ്ങനെ ഭഗവാനെ സേവിക്കാം എന്ന് ചിന്തിക്കണം. ചില ഭക്തന്മാർ പല വിധത്തിലുള്ള പ്രസാദം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നു. ചിലരാണെങ്കിൽ അവർ ഓഫീസിൽ പോകുമ്പോൾ പ്രസാദം ഉണ്ടാക്കിയിട്ട് കൂടെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഭൗതിക പ്രകൃതിയെ ഭഗവാനിൽ അർപ്പിച്ച് അത് ആത്മീയമാക്കിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് എപ്പോഴും ഇതാണ് ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ എങ്ങനെ ഭഗവാനെ സേവിക്കാം എന്ന് ചിന്തിക്കണം. എങ്ങനെയെങ്കിലും നമ്മൾ ഭഗവാനെ സേവിക്കണം. എപ്പോഴും അതിന് നമ്മൾ പ്ലാൻ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും നമ്മൾ നാമം ജപിക്കും, നൈവേദ്യം ഭഗവാൻ അർപ്പിക്കുക. അതുപോലെ തന്നെ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുക, മറ്റുള്ളവർക്ക് ഈ പുസ്തകങ്ങൾ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ പതുക്കെ മറ്റുള്ളവരെ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സതതം കീർത്തയന്തോമ, ഇങ്ങനെയാണ് ഭഗവാനെ കീർത്തനം ചെയ്യുന്നത്. ഭഗവാനെ നൈവേദ്യം സമർപ്പിക്കുന്നത് അതും കീർത്തനത്തിൻ്റെ ഭാഗമാണ്. പുസ്തക വിതരണം ചെയ്യുന്നത് അതും കീർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നാം ഭഗവാനെ സേവിക്കണം. ശ്ലോകങ്ങൾ 20 മുതൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും ദേവാരാധനയെ പറ്റിയാണ് പറയുന്നത്. 20, 21, 22
അപ്പോൾ ഇത് വളരെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. 7-ാമത്തെ അധ്യായത്തിലും വളരെ വിശാലമായിട്ട് നമ്മൾ സംസാരിച്ചു ദേവാരാധനയെ പറ്റി. ഇവിടെയും ഇത് പറയുന്നു. അപ്പോൾ ഞാനിത് വിവരിക്കാം. ത്രൈവിദ്യമാം സോമപാഭൂതപാപ യജ്ഞേരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം ആശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെ ആകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യസുഖങ്ങളെ അനുഭവിക്കുന്നു. നോക്കിക്കോളൂ, ഭഗവാൻ ഇവിടെ പറയുകയാണ്, ഇത്തരത്തിൽ കർമ്മകാണ്ഡ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സ്വർഗലോകത്തിൽ പോകുന്നവരും ആരെയാണ് ആരാധിക്കുന്നത്? ഭഗവാൻ പറയുന്നു എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് 2 ശ്ലോകം കഴിഞ്ഞാൽ ഭഗവാൻ പറയും. യഥാർത്ഥത്തിലുള്ള വേദപഠനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ ആരാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ത്രിവേദങ്ങളുടെ അന്തിമ ലക്ഷ്യം തന്നെയാണെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വേദങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് ആരാധന തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ ഈ പറയുന്നത് പോലെ ദേവാരാധനയെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദ പഠനം നടത്തുന്നവർ, അവർ സോമപാനം ചെയ്യുന്നവരും മറ്റു വിധത്തിൽ ഭജിക്കുന്നത് എന്നെ തന്നെയാണ്. പക്ഷെ നേരിട്ടുള്ള ഭജനമല്ല. അപ്പോൾ അവർക്ക് എവിടെയാണ് പോകാൻ പറ്റുന്നത്? അവർക്ക് ഇന്ദ്രന്റെ ലോകത്തിൽ പോകുവാൻ സാധിക്കും. എന്നിട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ്? തേതം ഭുക്ത്വാ സർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രൈധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലഭന്തേ. എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളെക്കുറിച്ച് നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. അപ്പോൾ അവരും വേദങ്ങൾ തന്നെയാണ് പിന്തുടരുന്നത്. അവർ വൈദികമായിട്ടുള്ള ആരാധനയിലാണ് ഏർപ്പെടുന്നത്. ഒരർത്ഥത്തിൽ ഭഗവാനെ തന്നെയാണ് ആരാധിക്കുന്നത്. പക്ഷെ അവർക്ക് എന്താണ് കിട്ടുന്നത്? പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഠരേ ശയനം. വീണ്ടും ജനനവും മരണവും, വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആവാസവും. ഇതാണ് അവർക്ക് ലഭിക്കുന്നത്. അവരും വേദം തന്നെയാണ് പിന്തുടരുന്നത്. അവരും ഒരർത്ഥത്തിൽ ഭഗവാനെ തന്നെയാണ്, കൃഷ്ണനെ തന്നെയാണ് ആരാധിക്കുന്നത്, നേരിട്ടല്ല പരോക്ഷമായിട്ട്. പക്ഷെ അവർക്ക് ലഭിക്കുന്നത് എന്താണ്? വീണ്ടും ജനനവും വീണ്ടും മരണവും. എന്തുകൊണ്ടാണ്? സ്വർഗലോകത്തിൽ പോയി കഴിഞ്ഞാൽ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ആ പുണ്യകർമ്മങ്ങളുടെ ഫലം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ലോകത്തിലേക്ക് തന്നെ വരണം. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ വീണ്ടും പറയുന്നു, ദേവാരാധന അനുഷ്ഠിക്കരുത്, വൈദികമായിട്ടുള്ള കർമ്മകാണ്ഡങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന്. അങ്ങനെ ദേവാരാധന പറഞ്ഞ് ഇവിടെ വീണ്ടും ഭഗവാൻ ശുദ്ധഭക്തി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എൻ്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. നോക്കൂ, ഭഗവാൻ പറയുകയാണ്, ദേവാരാധന ചെയ്ത് ദേവലോകത്തിൽ പോയതുകൊണ്ട് പ്രയോജനമില്ല. ആ പുണ്യം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് വരണം. വീണ്ടും ഒരാൾക്ക് ജനനവും മരണവും ഉണ്ടാകും. എന്നാൽ അനന്യാശ്ചിന്തയന്തോ മാം, മറ്റൊന്നും ചിന്തിക്കാതെ എന്നെ ആരാധിക്കുകയാണെങ്കിൽ, എന്നെ ഭജിക്കുകയാണെങ്കിൽ എന്താണ് ഭഗവാൻ ചെയ്യുന്നത്? അവർക്ക് യോഗക്ഷേമം വഹാമ്യഹം. അവർക്ക് എന്താണോ ഇല്ലാത്തത് അത് ഭഗവാൻ നൽകും. അവർക്ക് എന്താണോ ഉള്ളത് അത് ഭഗവാൻ നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, എന്നെ ആരാധിക്കൂ, അല്ലാതെ ദേവതമാരെ ആരാധിക്കരുത് എന്ന്. കൃഷ്ണ ഭാവാർത്ഥം പോലും കഴിച്ചു കൂട്ടാനാക്കാത്ത ഭക്തൻ ദിവസത്തിൽ 24 മണിക്കൂറും കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഭക്തരുടെ നില.
പ്രഭുപാദർ എല്ലായ്പ്പോഴും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, മന്ത്രം, ദാസ്യം, മൈത്രീഭാവം, ആത്മസമർപ്പണം തുടങ്ങിയ കർമ്മങ്ങളുടെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ശുഭാവഹങ്ങളും ആത്മീയ പ്രഭാവങ്ങളുമായ ഈ കർമ്മങ്ങൾ ഭക്തനെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. പിന്നെ അയാൾക്ക് ഭഗവത് സമ്പർക്കത്തിലൊഴികെ യാതൊന്നിലും ആഗ്രഹമുണ്ടാവില്ല. ആ ഭക്തന് ഭഗവത് സാമീപ്യം നിഷ്പ്രയാസം സാധിക്കുമെന്നതിൽ സംശയമില്ല. ഇതത്രേ യോഗം. കൃഷ്ണന്റെ കൃപാതിരേകത്താൽ അത്തരം ഒരാൾക്കും ഒരിക്കലും ഭൗതിക ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല. ക്ഷേമമെന്ന ഭഗവാന്റെ കരുണാമയമായ രക്ഷയിൽ എന്നർത്ഥം. യോഗത്താൽ കൃഷ്ണാവബോധം നേടാനുള്ള യത്നത്തിൽ ഭഗവാൻ ഭക്തനെ സഹായിക്കും. അങ്ങനെ കൃഷ്ണാവബോധം ലഭിച്ച ശേഷം ക്ലേശപൂർണമായ ബദ്ധമായ ജീവിതത്തിലേക്ക് വീണ്ടും വീഴാൻ ഇടവരാതെ തന്നെ രക്ഷിക്കുകയും ചെയ്യും. നോക്കൂ, അപ്പോൾ ഭഗവാൻ രക്ഷിക്കുന്നത് എങ്ങനെയാണ്? വീണ്ടും ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാതെ ഭഗവാൻ നമ്മെ രക്ഷിക്കുന്നു. ഭൗതികതയിൽ ഏർപ്പെടാതെ ഭഗവാൻ നമ്മെ രക്ഷിക്കുന്നു. ഇതാണ് ഭഗവാന്റെ രക്ഷ, ഇതാണ് ക്ഷേമം. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു ശുദ്ധഭക്തൻ ഭഗവാനെ സേവിക്കുന്നത് എന്ന്. അപ്പോൾ ദേവാരാധന പറഞ്ഞു. ആ ദേവാരാധനയുടെ പോരായ്മ ഭഗവാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ദേവാരാധനയ്ക്ക് ഒരിക്കലും ശാശ്വതമായിട്ടുള്ള അവസ്ഥ നൽകുവാൻ കഴിയില്ല. എന്നാൽ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ ഭഗവാൻ നേരിട്ട് നമ്മളെ രക്ഷിക്കും. ഇതാണ് യോഗക്ഷേമം മഹാമേഹം. അല്ലാതെ ഇൻഷുറൻസ് കമ്പനിയുടെ പരസ്യമല്ല. ഇൻഷുറൻസ് കമ്പനിയുടെ പരസ്യം ഉണ്ടായിരുന്നല്ലോ, യോഗക്ഷേമം മഹാമേഹം. ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭഗവാന് നമുക്ക് എന്താണോ വേണ്ടത് ഭഗവാനെ ഭജിക്കുവാനായിട്ട്, അത് ഭഗവാൻ നമുക്ക് നൽകും. അതുപോലെ തന്നെ നമുക്ക് എന്താണോ ഇപ്പോഴുള്ളത് ഭഗവാനെ ഭജിക്കുവാനായിട്ടുള്ള അത് ഭഗവാൻ നിലനിർത്തുകയും ചെയ്യും. ഇതാണ് യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം.